ഗൈസ് രാവിലെ അതിൻ്റെ ചായയും കണ്ടനെ കുടിച്ച് നമ്മൾ ഇറങ്ങി. നമ്മളെന്ന് പോകുന്നത് ട്രിവാൻഡ്രക്കാരുടെ മീശപ്പുലിമല എന്ന ചിറ്റിപ്പാറയിലേക്കാണ്. വളരെ മനോഹരമായ പ്രദേശം. ബന്ധം കടന്നു മുകളിലോട്ട് ഏറുന്തോറും, അതായത് ഉയരം കൂടുന്തോറും വളരെ മനോഹരമായി കൊണ്ടിരിക്കുന്ന ദേശം. കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് ഇടതുവശത്തുള്ള വഴിയിലൂടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നമ്മൾ മുകളിലേക്ക് എത്താൻ. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം, കാരണം വളരെ ദുർഘടമായ വഴികളാണ് ഇവിടെയുള്ളത്. വളരെ ദുർഘടമായ വഴിയിലൂടെ നമ്മുടെ കുട്ടൂസ് മുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുകളിലേക്ക് ചെന്നപ്പോൾ 2 യുവാക്കൾ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഇവര് ദുർഘടമാകുന്ന കുറച്ച് പാറക്കെട്ടുകളാണ് ഇവിടെയുള്ളത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം മുകളിലേക്ക് എത്താൻ. അവിടെ എത്തിയതിന്റെ സന്തോഷം കുട്ടൂസിന്റെ മുഖത്ത് വല്ല തെളിഞ്ഞ് കാണാമായിരുന്നു. ഇവിടെ രാവിലത്തെ സൂര്യന്റെ ഉദയം കാണാനാണ് നമ്മൾ എത്താന്ന് വിചാരിച്ച. പക്ഷേ നമ്മൾ വന്ന സമയം ഒരല്പം വൈകിപ്പോയി. എന്നാലും ആ ഒരു മനോഹാരിത നമ്മുടെ കണ്ണിനെ കുഴിഞ്ഞു കോടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും നടന്ന് നമ്മൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു. ഉയരം കൂടുന്തോറും തണുപ്പിന്റെ വ്യാപ്തിയും കൂടിക്കൊണ്ടിരുന്നു. കുട്ടൂസ് ഒരു കുട്ടിക്കുരങ്ങനെ പോലെ ചാടിച്ചാടി ഓടുന്നത് കാണാം. ഏത് പാറ വിട്ടാലും അതിന്റെ മുകളിലൂടെ ചാടിച്ചാടി കയറി ഒരു അഡ്വഞ്ചർ ട്രിപ്പായിട്ടാണ് അവളിത് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കണ്ടു നോക്കുന്നു. ബന്ധം അവളിതാ കടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഓടിക്കേറി നമ്മൾ അതിന്റെ ടോപ്പിലെത്തിയിരിക്കുന്നു. എന്താ ബ്യൂട്ടി! ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും കണ്ണിനും ഒരു പ്രത്യേക തരം കുളിർമയാണ് ലഭിക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഏറെയൊന്നും തന്നെ ഇല്ലെന്ന് തന്നെ നിശ്ചയം പറയാം. അവിടെ നിന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴുള്ള മനോഹാരിത എത്രത്തോളം പറഞ്ഞറിയിക്കണമെന്ന് അറിയാൻ കഴിയില്ല. അത്ര മനോഹരമാണ്. എത്രത്തോളം ഈ ക്യാമറയിൽ നമുക്ക് കിട്ടുമെന്നും അറിയാൻ കഴിയില്ല. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് നമ്മൾ നേരിട്ട് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ കുറേ പ്രകൃതി വിരുദ്ധരൊക്കെ വന്നിട്ട് കുറച്ച് ആ പാറയിൽ എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതിരുന്നെങ്കിൽ നമുക്ക് ആ പ്രകൃതിയെ അതുപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായി എന്നും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവിടെ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ നമ്മളൊരു പട്ടിസാറിനെ കണ്ടു. വീണ്ടും വേറൊരു പട്ടിസാറിനെയും കണ്ടു. ഇത് നമ്മുടെ കുട്ടൂസ് യോഗയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. പുള്ളിക്കാരി വളരെ വലിയ യോഗ പ്രേമിയും ജിംനാസ്റ്റിക്കുമാണ്. ഇതിലൂടെ കാണുമ്പോൾ നിൽക്കുന്നത് മനസ്സിലാവും. കുട്ടൂസിന്റെ പലതരത്തിലുള്ള അഭ്യാസങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളും ഇവിടെ വരിക, കണ്ട് ഈ ഭംഗി ആസ്വദിക്കുക, നമ്മുടെ ഫ്രഷ് എയർ എൻജോയ് ചെയ്യുക. വളരെ മികച്ച ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു സ്ഥലം. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.